ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് 24 Jan 2025. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,092 113 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 48,368 ക്ലോസ് ചെയ്തപ്പോൾ 221 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 836 പോയിൻറ്റ് കുറഞ്ഞപ്പോൾ 53,263 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 16,956 ക്ലോസ് ചെയ്തപ്പോൾ 409 പോയിൻ്റ് കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 16.74 സെൻസെക്സ് 330 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ 76,190 ക്ലോസ് ചെയ്തു. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ 3,713 കോടി രൂപയ്ക്ക് DI ബൈ ചെയ്തപ്പോൾ 5,463 കമ്പനികൾക്ക് DI സെല്ല് ചെയ്തു. ഇന്ന് DI 2,402 കോടിക്ക് ബൈ ചെയ്തപ്പോൾ FII 2,758 കോടിക്ക് സെല്ല് ചെയ്തു. ബഡ്ജറ്റ് വരുന്നതോടുകൂടി FIIയുടെ സെല്ലിംഗ് ആക്ടിവിറ്റി മാറി ബൈയിങ് മോഡിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൂസേഴ്സ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2.52% ഗെയിൻ ഉണ്ടാക്കി. ബ്രിട്ടാനിയ 1.74%, ഏഷ്യ മോട്ടോഴ്സ് 1.45%, ഗ്രാസിം 1.38%, ICICI Bank 0.99%, Tata Consumer 0.90%, Wipro 0.71%, Techum 0.62%, Power Grid 0.56%, Infi 0.51% ഗെയിൻ ഉണ്ടാക്കി. ഇന്ന് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി വലിയൊരു ഇടിവിലേക്കാണ് പോയത്. 4.90% ഇടിവുണ്ടായി. ട്രെൻഡ് വീണ്ടും ഇടിവിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. 0.09%. ട്രെൻഡ് 2-3 ആഴ്ചയായിട്ട് എല്ലാ ദിവസവും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ മാത്രമേ ഉള്ളത് ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. M&M 3.03% കുറവുണ്ടായി. അദാനി എൻ്റർപ്രൈസ് 2.97%, അപ്പോളോ ഹോസ്പിറ്റൽ 2.5%, സിപ്ല 2.49%, L&T 1.24%, ഹീറോ മോട്ടോകോപ്പ് 1.23%, അൾട്രാസിംകോ 1.06% ആൻഡ് മാരുതി 0.80% കുറവാണ് ഉണ്ടായത്. ഈ മാസത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,092 ക്ലോസ് ചെയ്തപ്പോൾ 2.74% ലോസിലാണ് നിൽക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് മൺഡേ 23,344 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,024 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,155 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,205 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 23,092 ക്ലോസ് ചെയ്തു. ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 635 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. 2,183 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തതെന്ന്. നിഫ്റ്റി ഓട്ടോ 22,171 ക്ലോസ് ചെയ്തപ്പോൾ 347 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി IT 43,524 ക്ലോസ് ചെയ്തപ്പോൾ 172 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 61,502 ക്ലോസ് ചെയ്തപ്പോൾ 85% പോയിൻ്റ് ഇടിവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,513 112 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 21,872 ക്ലോസ് ചെയ്തപ്പോൾ 470 പോയിൻറ്റിൻ്റെ വലിയൊരു കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി FMCG 56,069 ക്ലോസ് ചെയ്തപ്പോൾ 287% ഉയർന്നു. നിഫ്റ്റി മെറ്റൽ 8438 ക്ലോസ് ചെയ്തപ്പോൾ 76 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 853 ക്ലോസ് ചെയ്തപ്പോൾ 20 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1643 ക്ലോസ് ചെയ്തപ്പോൾ 43 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി എനർജി 33,263 ക്ലോസ് ചെയ്തപ്പോൾ 603 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8243 ക്ലോസ് ചെയ്തപ്പോൾ 71 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,992 ക്ലോസ് ചെയ്തപ്പോൾ 301 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 229 പോയിൻ്റ് കുറവുണ്ടായപ്പോൾ 10,472 ക്ലോസ് ചെയ്തു. Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നെയുള്ളത്. റിസൾട്ട് വന്നിട്ടുള്ള കമ്പനികളുടെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജി 85% ഇയർ ഓൺ ഇയർ ഗെയിൻ ഉണ്ടായി, പ്രോഫിറ്റിലാണ്. ആംബർ എൻ്റർപ്രൈസസ് 975% പ്രോഫിറ്റാണ്. സിയൻറ്റ് ലിമിറ്റഡ് 31% കുറവാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്.
ഡോക്ടർ റെഡ്ഡി 2.3% ഗെയിൻ ഉണ്ടായി. ഗ്രേവ്സ് കോട്ടൺ 134 ഇയർ ഓൺ ഇയർ ലോസാണ് കാണിച്ചത്. HPCL 471% ഗെയിൻ ഉണ്ടായി. IEX 71% ഗെയിൻ ഉണ്ടായി. ഇൻഡെക്സ് ടവേഴ്സ് 160% പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ കൂടുതൽ കാണിച്ചു. KFin ടെക്നോളജി 37% ഗെയിൻ ഉണ്ടായി. മാൻകൈൻ ഫാർമ 16% ലോസാണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തത്. എംഫാസിസ് ലിമിറ്റഡ് 1% ഗെയിൻ ഉണ്ടായി. നിപ്പോൺ ലൈഫ് ഇന്ത്യ 12% ഗെയിൻ ഉണ്ടായി. സോണ BLW 13% ഗെയിൻ ഉണ്ടായി. സ്പന്ദന സ്ഫൂർത്തി 473% ലോസാണ് കാണിച്ചത്. സർവോദയ സ്മോൾ ഫിനാൻസ് 41% ലോസ് കാണിച്ചു. സിൻജെയിൻ ഇൻ്റർനാഷണൽ 18% ഗെയിൻ ഉണ്ടായി. തൈറോകെയർ ടെക്നോളജീസ് 27% ഗെയിൻ ഉണ്ടായി. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് 64% ലോസാണ് ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത്. അൾട്രാടെക് സിമെൻറ്റ് 17% ലോസ് കാണിച്ചിരിക്കുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ്സ് 4.5% ലോസ് കാണിച്ചിരിക്കുന്നു. എന്നാൽ സി എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ 180% ഗെയിനാണ് കാണിച്ചിരിക്കുന്നത്. ഈ 27th വരെയുള്ള Q3 റിസൾട്ട് വരുന്ന കലണ്ടറാണ് കാണിച്ചിരിക്കുന്നത്. നാളെയും വരുന്ന മൺഡേയുമായിട്ട് വരുന്ന റിസൾട്ടുകൾ കമ്പനികളുടെ ഡീറ്റെയിൽസ് ICICI ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, JK സിമെൻറ്റ്, SBFC ഫിനാൻസ്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, യെസ് ബാങ്ക്, ആറിൻപ്രോ, ബജാജ് ഹൗസിംഗ്, കോൾ ഇന്ത്യ, ഇമാമി ലിമിറ്റഡ്, ഗംഗോത്രി ടെക്സ്റ്റൈൽസ്, ജിൻഡാൽ ഡ്രില്ലിംഗ്, മഹാരാഷ്ട്ര സീംലെസ്, മൻബ ഫിനാൻസ്, പെട്രോനെറ്റ്, റോസൽ ഇന്ത്യ, സുമിറ്റോമോ, വണ്ടർല ഹോളിഡേയ്സ് എന്നീ കമ്പനികളാണ് വരുന്ന മൺഡേ വരെ വരാനുള്ളത്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ വീണ്ടും കാണാം. എല്ലാവർക്കും വളരെ നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.